മസാ അൽ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അലിഫ് ടു യാ എന്ന യൂട്യൂബ് ചാനലിൻ്റെ രണ്ടാമത്തെ ഇൽമുൽ അറൂളയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ ബൈത്ത് എന്താണ്, സദർ, അജ്സ്, അറൂള്, ഹശവ് എന്നീ ഭാഗങ്ങളൊക്കെ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അജ്സാഇനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ വാലി ആരാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അത് കിട്ടാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതോടൊപ്പം ഉള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെയൊക്കെ നോട്ടിൻ്റെ ഒരു PDF ആയിട്ടുള്ള നോട്ടും നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും ഈ ക്ലാസ്സുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികരണം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ക്ലാസ് നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കും. ഇൽമുൽ അറൂളയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. 3 ക്ലാസ്സാണ് ഇൽമുൽ അറൂളക്ക് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. അതിലെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ രണ്ട് കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം പറയട്ടെ, ഈ ഒരു ഭാഗം കഴിഞ്ഞ ഒരു HSAയുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. HSA PSCയുടെ പരീക്ഷയിൽ നമുക്ക് ചോദ്യങ്ങൾ ഒരു പരീക്ഷയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുറേ HSA കഴിഞ്ഞിട്ടുണ്ടല്ലോ. നെറ്റിന് ഈ ഒരു വിഷയം ചോദിക്കാറുണ്ട്, സെറ്റിനും ചോദിക്കാറുണ്ട്. കേട്ടറ്റിന് ഈ ഒരു ഭാഗം ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി അഥവാ ചോദിച്ചാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അസ്സിഹാഫ് വൽ ഇലൽ എന്നുള്ളതാണ്. ഇൽമുൽ അറൂളയുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം അസ്സിഹാഫ് വൽ ഇലൽ എന്നതാണ്. നോക്കാം, എന്താണ് സിഹാഫ് എന്ന് പറഞ്ഞാൽ. അസ്സിഹാഫു തഗ്യീറുൻ യഖ്തസ്സു ബിസവാനിൽ അസ്ബാബ് വയകൂനു ഫിൽ അറൂളി വൽ ലറബി വൽ ഹശ്വ്. അസ്ബാബുകളുള്ള മാറ്റം അല്ലേ, അത് അറൂളയിൽ സംഭവിക്കാം, ലറബിൽ സംഭവിക്കാം, ഹഷ്വിലും സംഭവിക്കാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാകും. അപ്പോൾ സിഹാഫ് ഏതിലൊക്കെയാണ് സംഭവിക്കുന്നത്? അറൂള്, ലറബ്, ഹഷ്വ്. ഓക്കെ, അതിൻ്റെ അസ്ബാബുകളിൽ. അസ്ബാബ് നമുക്കറിയാലോ. എന്താ അസ്ബാബ് എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അസ്ബാബ്, ഔത്താദ് അല്ലേ, സബബുൽ ഖഫീഫ്, സബബുൽ സഖീൽ, ഇത് രണ്ടും ചേർന്നാണ് അസ്ബാബ്. ഓക്കെ, അതിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് നടക്കുന്നത്. ഇല്ലത്ത് നടക്കുന്നത് ഫിൽ അസ്ബാബി വൽ ഔത്താദ്, സബബിലുണ്ടാവും, ബത്തതിലുണ്ടാവും. അറൂള്, ലർബ്, അതിൻ്റെ അറൂളിലും ലർബിലും. അറൂൾ എന്താണ്, ലർബ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലേ. ഒന്നാമത്തെ സദറിലെ അവസാനത്തെ ഭാഗം, അതുപോലെ തന്നെ അജ്സിലെ അവസാനത്തെ ജുസ്, ഇതിനാണ് അറൂള്, ലറബ് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ അങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ഉണ്ടാവുക എന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഈ ലിങ്കിലേക്ക് കയറിയിട്ട്, താഴെ കൊടുത്ത ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഒന്നാമത്തെ ക്ലാസ് കണ്ടിട്ട് ഇത് കേൾക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി സിഹാഫ് തന്നെ നൗആനി, അത് 2 തരമുണ്ട്, 2 വിധത്തിൽ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മുൻഫരിദും മുസ്ദവിജുണ്ട്. മുൻഫരിദുണ്ട്, മുസ്ദവിജുണ്ട്. ഇപ്പോൾ അൽ മുൻഫരിദ് എന്ന് പറഞ്ഞാൽ യകൂനു ഫി മഹല്ലിൻ വാഹിദിൻ മിനൽ ജുസ്ഇ വൽ മുസ്ദവിജ് യകൂനു ഫി മഹല്ലൈനി മിൻഹു. അല്ലേ, ഒരു മഹല്ലിൽ ഉണ്ടാവുള്ളൂ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി മുൻഫരിദ്. അതുപോലെ മുസ്ദവിജ് അത് 2 മഹല്ലിൽ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ,
ഇതിലെ നമ്മൾ റെഡിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. റെഡിൽ കൊടുത്തിട്ടുള്ള കാര്യം ഇത് ഏതിലാണ് എന്നൊക്കെ ചോദിക്കും. ഈ ഹുബൻ എന്നുള്ളത് ഏതിൽപ്പെട്ടതാണ്? സിഹാഫാണോ, അതുപോലെ തന്നെ ഇലല്ലാണോ, ഇല്ലത്തിലാണോ എന്നൊക്കെ എന്ത് ചെയ്യാം, ചോദ്യം ചിലപ്പോൾ ഒന്നുകൂടായില്ല. വഖസ് ഏതിൽപ്പെട്ടതാണ്, ഇളമാർ ഏതിൽപ്പെട്ടതാണ്, തയ്യദ് ഏതിൽപ്പെട്ടതാണ് എന്നൊക്കെ എന്ത് ചെയ്യാം ചിലപ്പോൾ ചോദിക്കുക. ചോദ്യം ഇടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം ചോദ്യത്തിലേക്ക് കൊണ്ടുവരാം. ഇത് നോക്കുക, അൽ ഹുബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദഫു സാനി അസാക്കിൻ. ഹദഫു സാനി അസാക്കിൻ ഹുബന് നോക്കുക. ഹദഫു അസാനി അസാക്കിൻ ഫാഇലുൻ. ഫാഇലുൻ എന്നുള്ളത് എങ്ങനെയായി? ഹദഫു സാനി അസാക്കിൻ സബബിലാണ് നടന്നിട്ടുള്ളത്. സബബു ഖഫീഫാണ്. ഫാ എന്ന് പറയുമ്പം സബബു ഖഫീഫാണ്. ഈ സബബു ഖഫീഫിലെ ഹദഫു സാനി അസാക്കിൻ രണ്ടാമത്തെ സാക്കിനായിട്ടുള്ള രണ്ടാമത്തെ അക്ഷരത്തെ എന്ത് ചെയ്യുന്നു? ഹദഫ് ചെയ്യുക, കളയുക അല്ലേ? ഫാഇലുൻ. ഫാഇലുൻ ഫാഇലുൻ എന്നായി. വഖസ് എന്താണ്? ഹദഫു സാനി അൽ മുതഹരിക്. ഹദഫു സാനി അൽ മുതഹരിക്. മുതഹരിക്കായിട്ടുള്ള അതിനെ കളയാം. മുത്തഫാഇലുൻ എന്ന് പറയുമ്പം ഇതെന്താണ്? മുത്ത എന്ന് പറയുമ്പം ഇതെന്താണ്? സബബു സഖീലാണ്. സബബു സഖീലാണ്. അപ്പം മുത്തഫാഇലുൻ എന്നുള്ളത് മുഫാഇലുൻ എന്നത് എന്ത് ചെയ്യാണ്? മാറാണ്. ഓക്കെ, ഇനി ഇളമാർ. ഇളമാർ എന്താണ്? ഇസ്കാനു സാനി അൽ മുതഹരിക്. ഇസ്കാനു സാനി അൽ മുതഹരിക്. മുതഹരിക്കായിട്ടുള്ള രണ്ടാമത്തെ അക്ഷരത്തെ എന്ത് ചെയ്യാണ്? നമ്മൾ സുക്കൂനിലേക്ക് കൊടുക്കുകയാണ്. അപ്പം മുത്തഫാഇലുൻ സബബു സഖീലാണ്. മുത്ത സബബു സഖീൽ. രണ്ടാമത്തത് എന്താണ്? അപ്പം മുത്ഫാഇലുൻ ഉണ്ടല്ലോ ഇവിടെ, മുത്ഫാഇലുൻ. അതിനെ നമ്മൾ അറൂലിയായിട്ട് മാറ്റുന്നതിന് എങ്ങനെ ഇതിലേക്ക് മാറ്റാം? മുസ്തഫഇലുൻ. മുസ്തഫഇലുൻ. മുത്ഫാഇലുൻ എന്നുള്ളത് നമുക്ക് ജുസുകളിൽ വരുന്നില്ല, അതുകൊണ്ട് മുസ്തഫഇലുൻ. അതേ അക്ഷരങ്ങളായിരിക്കും. ത് അല്ലെ, രണ്ടാമത്തത് ഇസ്കാനുസാനി ത ഫ് ലുൻ. ഓക്കെ, ഇനി ത്വയ്യ്. ത്വയ്യ് എന്ന് പറഞ്ഞാൽ ഹദഫു റാബിഅ. ഹദഫു റാബിഅ അസ്സാക്കിൻ. ഹദഫു റാബിഅ അസ്സാക്കിൻ. നാലാമത്തിന് എന്ത് ചെയ്യാണ്? നാലാമത്തിന് ഹദഫ് ചെയ്യാണ്, സാക്കിനായിട്ടുള്ള. അപ്പോൾ മുസ്തഫ്. മുസ്തഫ്. അപ്പോൾ ഇവിടെ സബബു ഖഫീഫ്, ഇവിടുത്തെ സബബു ഖഫീഫ്. ഇവിടെ എന്ത് ചെയ്യുന്നു? എന്നുള്ളതിനെ മുസ്തഇലുൻ എന്നാക്കി. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അറൂദിൽ ഇത് കാണൂല നമ്മുടെ ജുസുകളിൽ. അപ്പോൾ ഇതിനെ മുഫ്തഇലുൻ എന്നിലേക്ക് എന്ത് ചെയ്താണ്? മാറ്റി. മുഫ്തഇലുൻ. ഇത് എങ്ങനെയെന്ന് ചോദിക്കാറില്ല. പക്ഷേ ഹദഫു റാബിഅ സാക്കിൻ അത് ത്വയ്യാണോ, ഇളമാറാണോ, വഖസാണോ, ഹുബനാണോ എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ വഖസ് അത് ഏതിൽപ്പെട്ടതാണ്? സിഹാഫ് മുൻഫരിദാണോ, സിഹാഫ് ഇലലിലാണോ, ഇലൽ സിയാദയിലാണോ, അതുപോലെ തന്നെ മുസ്തവിജലാണോ എന്നൊക്കെ എന്ത് ചെയ്യാം? ചോദിക്കാം. അല്ലാതെ ഇങ്ങനെ ഉള്ളത് ഇതുവരെ പരീക്ഷ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഖബ്ൽ. ഖബ്ൽ എന്ന് പറഞ്ഞാൽ ഹദഫു അൽ ഖാമിസ് അസ്സാക്കിൻ. ഹദഫുൽ ഖാമിസ്, ഖാമിസായിട്ട് അഞ്ചാമത്തത്. അപ്പം മഫാഇലുൻ. മഫാഇലുൻ. ഫാ അലിഫുണ്ട് ഇവിടെ 2 3 4 അഞ്ചാമത്. ഈ യാ ഇനെന്ത് ചെയ്യാണ്? ഹദഫ് ചെയ്യാണ്, കളയാണ്. മഫാഇലുൻ. 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 ഇനി അഖൽ. അഖൽ എന്താണ്? ഹദഫുൽ ഖാമിസ് അൽ മുത്തഹരിക്. ഇവിടെ നമ്മൾ സാക്കിനെയാണ് ഹദഫ് കളഞ്ഞിട്ടുള്ളത്. ഇവിടെ മുത്തഹരിക്കായിട്ടുള്ള അതിന് ഹദഫുൽ ഖാമിസ്. ഇപ്പോൾ മുഫഅലത്തുൻ. അല്ലേ, ഇവിടെ 3 എണ്ണായി, 4 5. ഈ ലാമിനെ നമ്മൾ കളയണം. അപ്പം മുഫഅത്തുൻ. മുഫഅത്തുൻ എന്ന് പറയുമ്പോൾ ഒരു സുഖമല്ലല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യും? മഫാഇലുൻ എന്നിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ മാറ്റി. മഫാഇലുൻ. ഇതിൻ്റെ എണ്ണമൊക്കെ കറക്റ്റ് ആയിരിക്കും. 1 2 3 4 5 6. 6 അക്ഷരങ്ങളാണുള്ളത്. ഇവിടെ 1 2 3 4 5 6 അക്ഷരങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക? കൊണ്ടുപോകുക. പക്ഷേ കറക്റ്റ് എണ്ണം ആയിരിക്കണം. ഓക്കെ, ഇനി
അസബ് എന്താണ്? ഇസ്കാനുൽ ഖാമിസ് അൽ മുതഹരിക്. ഇവിടെ നമ്മൾ ഹദഫ് ചെയ്യുക ചെയ്തത്. അഖലിലും ഖബലിലും ഹദഫ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ മുതഹരിക്കായിട്ടുള്ള 5ാമത്തെ അക്ഷരത്തെ നമ്മൾ ഇസ്കാൻ ചെയ്യാണ്. ഏത്? സുക്കൂന് നൽകുകയാണ്. നോക്കാം. മുഫഅലത്തുൻ എന്ന് പറയാം. മുഫഅലത്തുൻ. ഇവിടെ 5ാമത്താണ്. 1 2 3 4 5 ലാമാണ് ഇവിടെ. അപ്പോൾ മുഫഅൽത്തുൻ എന്നാണ് ശരിക്കും മാറുക. പക്ഷെ നമ്മൾ അറൂലിൻ്റെ ഒരു ഘടനയ്ക്ക് യോജിച്ചതിലേക്ക് എന്ത് ചെയ്യണം? അതിനെ മാറ്റാണ്. മഫാഈലുൻ. എണ്ണം കറക്റ്റായിരിക്കും അല്ലേ? 1 2 3. ഇവിടെ 3 എണ്ണമായി. 4 5 6 7 അക്ഷരങ്ങളുണ്ടാകും. 1 2 3 4 5 6 7 അക്ഷരങ്ങൾ. ഓക്കെ. ഇനി കഫ് എന്താണ്? കഫ് ഹദഫു അസ്സാബിയ അസ്സാക്കിൻ. 7ാമത്തതിന് എന്ത് ചെയ്യാണ്? നമ്മൾ ഹദഫ് ചെയ്യാണ്, കളയാണ്. അപ്പം മഫാഈലുൻ എന്നുള്ളത് 7ാമത്തെ നൂനാണ്. അപ്പം മഫാഈലു നമുക്ക് കുറേ കവിതകൾ നമുക്ക് എന്ത് ചെയ്യുക? കാണാൻ പറ്റും. ഏതാണ്? ഖബല്, അഖല്, അസ്വബ്, കഫ്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഹുബന്, വഖസ്, ഇളമാർ, ത്വയ്യ്. അപ്പം നമ്മൾ 8 എണ്ണം പഠിച്ചു. ഓക്കെ. ഇനി സിഹാഫ് മുൻഫരിദിൽ ഉള്ളത് ഏതാണ്? നോക്കുക. സിഹാഫു മുസ്ദവിജാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അൽ ഹുബിൽ എന്താണ്? അത്വയ്യു മഅൽ ഹുബിൻ എന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അൽ ഖസുൽ എന്താണ്? ഖസുൽ അത്വയ്യു മഅൽ ഇൽമാർ. നേരത്തെ ഈ സ്ലൈഡുകൾ നോക്കിയാൽ മതി. ത്വയ്യ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൽമാർ എന്താണെന്ന് മനസ്സിലാക്കണം. നഖ്സ് എന്ന് പറഞ്ഞാൽ അൽ കഫു മഅൽ അസബും കഫും കൂടി ചേർന്നിട്ടുള്ളത്. ഷക്കില് എന്ന് പറഞ്ഞാൽ കഫും അസബും കൂടി ചേർന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ. ഷക്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. കഫും അതുപോലെ തന്നെ ഹുബിനും കൂടി ചേർന്നിട്ടുള്ളതാണ് ഏത്? നമ്മുടെ ഷക്കില് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇപ്പോൾ ഹുബിലിന് ഉദാഹരണമായിട്ട് എന്താ പറയുക? നമ്മൾ മസലൻ മുസ്തഫ്ഇലുൻ അതിനെന്ത് ചെയ്യണം? ഫയുൻഖലു ഇല ഫഇലത്തുൻ എന്ന് നമ്മൾ എന്ത് ചെയ്യും? ആക്കും. അതുപോലെ തന്നെ ഖസ്ല് എന്താണ്? മുത്തഫാഇലുൻ മുത്ഫഇലുൻ എന്നുള്ളതിലേക്ക് നമ്മൾ മാറ്റുന്നു. ഫയുൻഖലു ഇല മുഫ്തഇലുൻ എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ മാറ്റുന്നു. നഖ്സ് എന്താണ്? അൽ കഫു മഅൽ അസ്ബ്. അതെന്താണ്? ഇസ്കാനുൽ ഖാമിസ് അൽ മുതഹരിക് വഹദഫു സാബിഅ അസ്സാക്കിൻ മിനൽ ജുസ്. അല്ലെ, ഇസ്കാനു അൽ ഖാമിസ് അൽ മുതഹരിക്കായിട്ടുള്ള 5ാമതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സാക്കിനാക്കുന്നു. കൂടെ തന്നെ വഹദഫു സാബിഅ അസ്സാക്കിൻ, സാക്കിനായിട്ടുള്ള 7ാമതിന് നമ്മൾ കളയുകയും ചെയ്യും. അപ്പോൾ മുഫാഅലത്തുൻ എന്നുള്ളതിനെ മുഫാഅലത്തു എന്നിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അതിനെ നമ്മുടെ അറൂലിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ മഫാഈലുൻ എന്ന വസനിലേക്ക് നമ്മൾ എത്തുന്നു, ജുസിലേക്ക് നമ്മൾ എത്തുന്നു. ഷക്കിൽ എന്താണ്? അൽ കഫു മഅൽ ഹുബനാണ് കേട്ടോ. അപ്പോൾ അതിനെ ഹദഫുസാനി, കഫ് എന്താണ്? ഹദഫുസാനി വസാബിഅ അസ്സാക്കിനീൻ മിനൽ ജുസ്. രണ്ടും ഹദഫ് തന്നെയാണ്. അപ്പോൾ ഫാഇലാത്തുൻ എന്നുള്ളത് ഫഇലാത്തു എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. ഹദഫുസാനി വസാബിഅ. അപ്പോൾ ഫാ എന്നുള്ളതിലെ അലിഫിനെ നമ്മൾ ഹദഫ് ചെയ്യുന്നു. സാബിഅ എന്നുള്ളതിലെ തുൻ എന്നുള്ളതിലെ നൂനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കളയുന്നു. അപ്പോൾ ഫഇലാത്തു എന്ത് ചെയ്തു? നമുക്ക് കിട്ടി. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഇലലാണ്. എന്താണ് ഇലലും? എന്തുണ്ട്? 2 രൂപത്തിൽ തന്നെ ഉണ്ട്. ഇലലും 2 രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാ യകൂനു ബിൻ നഖ്സി വമാ യകൂനു ബി സിയാദ. നഖ്സ് കുറക്കുന്നതും സിയാദത്ത് അധികരിപ്പിക്കും. ഇതാണ് 2 തരം എന്നത് ഇലല്. മറ്റേതോ സിഹാഫിൽ 2 ഇതെന്ന് പറഞ്ഞാൽ മുൻഫരിദും മുസ്ദവിജും. ഓക്കെ, റെഡി. ഓക്കെ. അൽ ഇലലു ബിൻ നഖ്സിലുള്ളത് എന്താണ്? അൽ ഹദഫ്. ഒന്ന് ഹദഫ് തന്നെയാണ്, കളയലാണ്.
കളയൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞു നഖ്സ് ഏതിലേക്കാണ്? സബബിലുണ്ടാകാം, വത്തതിലും വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഹദഫു സബബി വൽ ഖഫീഫ്, ഹദഫു സബബി വൽ ഖഫീഫ്. ഫഊലുൻ എന്നുള്ള എന്ത് ചെയ്യുന്നു? ഫഊലുൻ എന്നത് ഹദഫു അസ്സബബിൽ ഖഫീഫ് മിൻ ആഖിരി ജുസ്ഇ. ഖഫീഫ് ഒരു വാവ് അധികമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വാവ് അധികമായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെ നിങ്ങൾ കളയുക. ഓക്കെ. സബബുൽ ഖഫീഫ്, ഇതിലേതാണ് സബബുൽ ഖഫീഫ്? ഫഊലുൻ, അവസാനത്തത് ലുൻ എന്നുള്ളതാണ്. അതിത്തെ എന്തിനെ കളയുന്നു? ഹദഫു അസ്സബബുൽ ഖഫീഫ് മിൻ ആഖിരിൽ ജുസ്അ. അത് സബബുൽ ഖഫീഫിന് ഒന്നായിട്ട് എന്ത് ചെയ്യണം? കളയാണ് അല്ലേ? അപ്പോൾ ഫഊ എന്നെന്ത് ചെയ്ത് വന്നു. അപ്പോൾ ഫഉൽ എന്നിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ മാറ്റുകയാണ് അതിനെ. ഫഊ എന്നാണ് നമുക്ക് കിട്ടുക, അതിന് നമ്മൾ ഫഉൽ എന്നിലേക്ക് മാറ്റുകയാണ്. അടുത്തത് ഖത്തുഫ്. ഹദഫു അസ്സബബുൽ ഖഫീഫ് മിൻ ആഖിരിൽ ജുസ്ഇ വ ഇസ്കാനി മാ ഖബ്ലഹു, വ ഇസ്കാനി മാ ഖബ്ലഹു. അപ്പോൾ ഹദഫു സബബുൽ ഖഫീഫ്, സബബുൽ ഖഫീഫിനെ എന്ത് ചെയ്യുക? നമ്മൾ കളയുകയും വ ഇസ്കാ മിൻ ആഖിരിൽ ജുസ്, അവസാനത്തത്, വ ഇസ്കാനി മാ ഖബ്ലഹു, അതിന് തൊട്ട് മുന്നിലുള്ളതിന് സുക്കൂന് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഉദാഹരണം നോക്കി നിങ്ങൾ. മുഫാഅലത്തുൻ, അതിൽ സബബുൽ ഖഫീഫ് ഏതാണ്? തുൻ എന്നുള്ളതാണ്. തുൻ എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കളയുന്നു. വൈസ്കാനുമാ ഖബ്ലഹു, അതിന് തൊട്ട് മുന്നുള്ളതിന് സുക്കൂന് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? മുഫാഅൽ എന്ന് വരും. മുഫാഅൽ. അതിന് നമ്മൾ അറൂദിലേക്ക് മാറ്റുമ്പോൾ, ജുസിലേക്ക് ഫഊലുൻ, ഫഊലുൻ. അക്ഷരങ്ങൾ എണ്ണം നോക്കണം, എണ്ണം നോക്കിയാൽ മതി, കറക്റ്റ് ആയിരിക്കും എണ്ണം. മു 1, ഫ 2, അലിഫ് 3, ഐന് 4, അഞ്ചാമത്തത് ഏതാണ്? ലാം. ഇനി ഇപ്പുറത്തേലോ ഫഊൽ എന്നുള്ള ഏതോ? ഫ 1, ഉ 2, വാവ് 3, മറ്റേത് ലു എന്നുള്ളത് 4, എന്നുള്ളത് 5. പിന്നെ അൽ ഖസ്ർ. ഖസ്ർ എന്താണ്? ഹദഫു സാക്കിൻ അസ്സബബുൽ ഖഫീഫ്, ഹദഫു സാക്കിൻ അസ്സബബുൽ ഖഫീഫ് വ ഇസ്കാനു മാ ഖബ്ലഹു. ഹദഫു സാക്കിൻ, സാക്കിനായതിനെ എന്ത് ചെയ്യണം? നമ്മൾ കളയാണ്. ഹദഫു സാക്കിൻ സബബുൽ ഖഫീഫ്, സബബുൽ ഖഫീഫിലെ സാക്കിനായതിനെ നമ്മൾ കളയുകയും വ ഇസ്കാനു മാ ഖബ്ലഹു, അത് ഫഊലുൻ എന്ന് പറയുമ്പം സബബുൽ ഖഫീഫ് ഏതാണ്? ലുൻ എന്നുള്ളതാണ്. അതിൽ സാക്കിനായത് ഏതാ? നൂനാണ്. നൂനെ നമ്മൾ കളയുകയും, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫഊൽ എന്ന് കിട്ടും. ഫഊൽ, ഫഊലുൻ എന്നുള്ള എന്ത് ചെയ്യും? ഫഊൽ എന്ന് കിട്ടും. ഓക്കെ, റെഡി അല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണേ. അടുത്തത് ഈ ഖത്ത് ആണ്. ഖത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സബബിലായിരുന്നു നേരത്തെ ചെയ്തൊക്കെ പറഞ്ഞൊക്കെ സബബ് ആയിരുന്നു. ഇനി ഇതെന്താണ്? വത്തീദിലാണ്. ഹദഫു സാക്കിൻ അൽ വത്തീദിൽ മജ്മൂ വ ഇസ്കാനു മാ ഖബ്ലഹു. ഹദഫു സാക്കിൻ, സാക്കിനായതിന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഹദഫ് ചെയ്യുന്നു. അൽ വത്തീദിൽ മജ്മൂ, വത്തീദിൽ മജ്മൂ എന്താണ്? 2 മുതഹരിക്കും പിന്നെ ഒരു സാക്കിനും. അപ്പോൾ ഹദഫു സാക്കിനായതിനെ കാണാം. അപ്പോൾ മുത്തഫാഇലുൻ എന്നുള്ളതിലെ സബബ് വത്തീദിൽ മജ്മൂ ഏതാ? ഐലുൻ എന്നുള്ളതാണ്. ഐലുൻ എന്നുള്ളതാണ്. ആഖിറിലാണ് കേട്ടോ നമ്മൾ നോക്കേണ്ട, അവസാനത്തിൽ. വൈസ്കാനും ആ കബല തൊട്ട് മുന്നത്തേന് എന്ത് ചെയ്യണം? സുക്കൂന് കൊടുക്കുകയും ചെയ്യണം. അപ്പം മുത്തഫാഇൽ എന്നായി. നൂനെ കളഞ്ഞപ്പോൾ മുത്തഫാഇൽ. ഇനിയോ അതിനെ നമ്മൾ അറൂലേക്ക് മാറ്റുമ്പോൾ ഫഇലാത്തുൻ, ഫഇലാത്തുൻ, ഫഇലാത്തുൻ. ഓക്കെ. ഇനി അത്തശ്ഈബ് അടുത്താണ്. ഹദഫു അഹദ് മുതഹർരികൈ അൽ വത്തീദിൽ മജ്മൂ. വത്തീദിൽ മജ്മൂഇലെ മുതഹർരിക്കായിട്ടുള്ള ഏതിനെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? കളയണം. നോക്കുക അങ്ങനെയാണ്. ഫാഇലാത്തുൻ എന്നുള്ളത് ലാത്തുൻ എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ ഫാഇലാത്തുൻ, ഫാലാത്തുൻ ഔ അല്ലെങ്കിൽ അതിനെന്ത് എന്ത് കാട്ടാം? ഫാആത്തുൻ എന്നാക്കാം. അല്ലെങ്കിൽ 2 വത്തീദിൽ മജ്മൂ അതിലുണ്ട്. ഏതാണ്? ഫാഇല എന്ന് പറയുമ്പോൾ. ഓക്കെ.
അപ്പോൾ അതിനെ മഫ്ഊലുൻ എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ മാറ്റുന്നു. ഇനി ബത്തർ എന്താണ്? അൽ ഖദ്ഫു മഅൽ ഹദ്ഫി വസ്സബബ്. അൽ ഖത്ഉ മഅൽ ഹദ്ഫി അസ്സബബ്. ഏതാണ്? മിൻ ആഖിരി അൽ ജുസ് യസീറു ഫാഇലാത്തുൻ ബിഹി ഫാഇലുൻ. എന്ത് ചെയ്യുന്നു? ഫാഇലാത്തുൻ എന്നുള്ളതിനെ ഫാഇലുൻ എന്ന് ആക്കുന്നു. അടുത്തത് അൽ ഹദ്. അൽ ഹദ് എന്നത് എന്താണ്? ഹുവ, അത് ഹദഫുൽ വത്തിദിൽ മജ്മൂഅ. വത്തിദിൽ മജ്മൂഅനെ എന്ത് ചെയ്യാണ്? ഹദഫ് ചെയ്യാണ്. വത്തിദിൽ മജ്മൂഅനെ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്? ഹദഫ് ചെയ്യണം അവസാനത്തിൽ. മുത്തഫാഇലുൻ എന്നുള്ളതിനെ ഇലുൻ എന്നുള്ളതിനെ ഒന്നായിട്ട് കളയുന്നു, മുത്തഫ എന്ന് നമുക്ക് കിട്ടും. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റേതായ മാറ്റത്തിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ കൊണ്ടുവരുമ്പോൾ അവിടെയും ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ടൈപ്പ് ചെയ്താൽ ഫഇലുൻ എന്നതിലേക്ക് എന്ത് ചെയ്യും? മാറും. ഫഊലുൻ എന്നാണ് ഇവിടെ എഴുതിയത്, പക്ഷേ ഫഇലുൻ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ഫഇലുൻ എന്നെന്ത് ചെയ്യുക? അത് മനസ്സിലാക്കുക. ഇനി അടുത്തത് അസല്ലിം. അതാണ് ഹദഫുൽ വത്തിദിൽ മഫ്റൂഖ്. വത്തിദിൽ മഫ്റൂഖ് എന്തായിരുന്നു? 2 മുത്തഹരിക്ക്, അതിൻ്റെ ഇടയിൽ ഒരു സാക്കിന്. അതാണല്ലോ. മഫ്ഊലാത്തുൻ എന്നുള്ളതിലെ ലാത്തുൻ, അതിലെ അലിഫ് സാക്കിനാണ്. സാക്കിനെ നമ്മൾ കളയും. മഫ്ഊലാത്തു, അതിനെ മഫ്ഊ എന്നുള്ളതെന്നോ ഹദിഫിൽ വത്തിദിൽ മഫ്റൂഖ്. വത്തിദിൽ മഫ്റൂഖിനെ മൊത്തത്തിൽ എന്തായാലും കളയാണ്. അപ്പോൾ ലാത്തു എന്നുള്ളത് നിന്ന് കളയുന്നു, മഫ്ഊ എന്ന് നമുക്ക് കിട്ടും. അത് നമ്മൾ അറൂദിലേക്ക് മാറ്റുമ്പോൾ ഫഇലുൻ എന്നിലേക്ക് മാറും. അൽ കഷ്ഫ്. കഷ്ഫ് എന്താ? ഹുവ ഹദ്ഫു ആഖിറുൽ വത്തിദിൽ മഫ്റൂഖ്. വത്തിദിൽ മഫ്റൂഖിലെ അവസാനത്തിനെ കളയുന്നു. ലാത്തു എന്നുള്ള തൂനെ കളയുന്നു, മഫ്ഊല എന്ന് വരും. മഫ്ഊലുൻ എന്നിലേക്ക് നമ്മൾ മാറ്റുകയും ചെയ്യുന്നു. അൽ വഖഫ്. വഖഫ് എന്താണ്? ഇസ്കാനുൽ ആഖിറുൽ വത്തിദിൽ മഫ്റൂഖ്. ഇസ്കാനു ആഖിറുൽ വത്തിദിൽ മഫ്റൂഖ്. അവസാനത്തെ വത്തിദിൽ മഫ്റൂഖിലെ അവസാനത്തെ എന്ത് ചെയ്യുന്നു? സുക്കൂന് കൊടുക്കുമ്പോൾ ലാത്തു എന്നുള്ളതിനെ മഫ്ഊലാത്ത് എന്നിലേക്ക് മാറുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ഇത് ചിലപ്പോൾ ഒരു ബോറിംഗ് ഒക്കെ വരും. കാരണം എന്താണ്? ഒരു വിഷയം, ഈ ഒരു ഭാഗം അറുപതിലെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് അധികം ചോദിക്കാറില്ല, പക്ഷേ ഇതിൻ്റെ ഹെഡിങ്ങുകൾ നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ് സംഗതി എന്നും പഠിച്ചു വെക്കുക. ഈ മഫ്ഊലാത്തുൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ വഖഫ് അത് ഏതിൽപ്പെട്ടതാണ്? ഇലൽ നഖ്സിലാണോ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കഷ്ഫ് അത് എന്താണ്? ഹർഫു ആഖിറുൽ വത്തിദിൽ മഫ്റൂഖ് അത് എന്താണ് എന്നൊക്കെ ചോദിക്കുക. കഷ്ഫാണോ? അതുപോലെ തന്നെ ഹദ്ദാണോ? ഖുബ്നാണോ? ഒക്കെ എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കി എന്താണ് സംഗതി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അൽ ഇലലു ബിസിയാദ അതുകൂടി നമുക്കൊന്ന് നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൽ തർഫീലാണ് ഒന്നാമത്തെ, തദീൽ രണ്ടാമത്തെ, തശ്ബീഅ് മൂന്നാമത്താണ്. തർഫീൽ എന്ന് പറഞ്ഞാൽ സിയാദത്തു സബബു ഖഫീഫ് അലാ വത്തിദി മജ്മൂഅ്. സബബുൽ ഖഫീഫ് വത്തിദിൽ മജ്മൂഅ് എന്ത് ചെയ്യാണ്? സിയാദയായിട്ട് കൂടിയിട്ട് വരികയാണ്. മുത്തഫാഇലുൻ എന്നുള്ളത് ഇലുൻ എന്നത് വത്തിദ് മജ്മൂ ആണ്. ഇലുൻ എന്നത് വത്തിദ് മജ്മൂ ആണ്. ഇതിലേക്ക് ഒരു സബബ് ഖഫീഫ് കൂടി എന്ത് ചെയ്യാണ്? ചേർന്ന് വരികയാണ്. അപ്പോൾ മുത്തഫാഇലാത്തുൻ എന്നെന്ത് ചെയ്യും? ഇവിടെ ഒരു സബബ് ഖഫീഫ് ചേർന്ന് വന്നു. ഓക്കെ. തദീൽ എന്താണ്? സിയാദത്തു സാക്കിൻ അലാ വത്തിദി മജ്മൂഅ. ഒരു സാക്കിനായിട്ടുള്ള ഒരക്ഷരം എന്ത് ചെയ്യണം? കൂടി വരികയാണ്. വത്തിദ് മജ്മൂഅ. അപ്പം മുത്തഫാഇലുൻ എന്നുള്ളത് തന്നെ ഇലുൻ എന്നുള്ളത് ഇവിടെ ആയി. അവിടെ ഒരു സിയാദയായിട്ട് നൂൻ എന്ത് ചെയ്യുക? നൂൻ അലിഫ് അവിടെ വരികയാണ്. ഓക്കെ, അലിഫ് അവിടെ വന്നു. അപ്പോൾ മുത്തഫാഇലാൻ എന്നുള്ള ഇതിലേക്ക് മാറി. തശ്ബീഹ് എന്താണ്? തശ്ബീഹ് എന്ന് പറഞ്ഞാൽ സിയാദത്തു സാക്കിൻ അല സബബുൽ ഖഫീഫ്. സബബുൽ ഖഫീഫിലേക്ക് ഒരു സായിദ വരികയാണ്. ഫാഇലാത്തുൻ. ഇവിടെ ഫാഇലാത്തുൻ എന്നുള്ളത് സബബു ഖഫീഫാണ്. അതിനെ ഫാഇലാത്താൻ എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യണം? വരികയാണ്. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കി വെക്കണം. പക്ഷേ ഈ തശ്ബീഹ് എന്താണ്?
അപ്പോൾ സിയാദത്തു സാക്കിൻ അലാ സബബിൽ ഖഫീഫ് മാഹിയ എന്നുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അല്ല തഷ്ബീഹ് മിൻ, അത് ഏതിൽപ്പെട്ടതാണ്? ഇലൽ ഉണ്ടാകാം, സിഹാഫ് ഉണ്ടാവാം, അല്ല ഇലൽ ബിസിയാദ് ഉണ്ടാവാം, നഖ്സ് ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ശരിയായത് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കണ്ടെത്തണം. എന്തായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ക്ലാസ് കൂടി നമുക്ക് ഏതിൻ്റെതുണ്ടാകും, നമ്മുടെ ഈ ഒരു ഏതിൻ്റെ അറൂലയുടേതായിട്ട് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി പറയാണ്, ഒന്നാമത്തെ ഭാഗം കേൾക്കാത്ത ആളുകൾക്ക്, കാണാത്ത ആളുകൾക്ക് അവർക്ക് എന്തുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക്, PDF-ൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതുകൊണ്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കുക. അറബിക്ക്, നെറ്റ്, അതുപോലെ തന്നെ PSCക്കൊക്കെ തയ്യാറെടുക്കുന്ന, സെറ്റിനും ടെറ്റിനൊക്കെ തയ്യാറെടുക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക. അറൂലയിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പാടില്ല, മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് എത്തുന്നത് വരെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. മഅസ്സലാമ. അസ്സലാമു അലൈക്കും.